അങ്കിളിൻ്റെ പേര് മണി എന്നാണ്. ആറ്റിങ്ങിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ അങ്കിളിനെ നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ 46 വർഷമായി ഉണ്ടായിരുന്ന തൻ്റെ പുകവലി ശീലം കർത്താവ് എടുത്തു മാറ്റി. ആ ഒരു സാക്ഷ്യം 46 വർഷം ഉണ്ടായിരുന്ന പുകവലി കർത്താവ് എടുത്തു മാറ്റി. ഒത്തിരി വർഷമായി താനൊരു കൂലിപ്പണിക്കാരനാണ്. തൻ്റെ ചെറുപ്രായം മുതൽ തന്നെ, ഇപ്പോൾ അങ്കിളിന് 68 വയസ്സ്, തൻ്റെ ചെറുപ്രായം മുതൽ തന്നെ താൻ പുകവലിക്ക് അടിമയായിരുന്നു. ഒത്തിരി നാൾ താൻ പറഞ്ഞതിന് ഒത്തിരി നാൾ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. തനിക്ക് വീടി വലിക്കാതിരിക്കുവാൻ ഒരു ദിവസം പോലും സാധ്യമല്ല. ഒരു ദിവസം താൻ 2 പാക്കറ്റ് വീടിയാണ് വലിച്ചു തീർക്കുന്നത്. അതുപോലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഈ 2 മാസം മുന്നെയാണ് യാദൃച്ഛികമായി നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുവാനിടയായി. 2 മാസത്തിന് മുമ്പാണ് അങ്കിൾ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടത്. താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ താൻ TV സ്ക്രീനിലെ കൈകൾ നീട്ടി തനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, എനിക്ക് ഈ പുകവലി ശീലം മാറണം എന്നുള്ളതിൻ്റെ അതിയായ ആഗ്രഹമായി മാറി. അങ്ങനെ 2 മാസവും താൻ കൈനീട്ടി ടിവിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ബ്രദർ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും താൻ ആ സമയത്തെല്ലാം എൻ്റെ പുകവലി മാറണമേ കർത്താവേ എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം അതുപോലെ തനിക്ക് ഒത്തിരി രോഗങ്ങൾ പിടിവിട്ടിരുന്നു. അതാണ് തനിക്ക് തൻ്റെ ഒറ്റ, പക്ഷേ രോഗങ്ങൾ വന്നാലും തനിക്ക് ബീഡി വലിക്കാതിരിക്കുവാൻ ഒരു ദിവസം പോലും സാധ്യമല്ല. രോഗം വന്നാലും ബീഡി വലിക്കാതിരിക്കുന്നില്ലെങ്കിൽ താൻ ആകെ പ്രയാസത്തിലായി പോകും. അതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്നാൽ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ബ്രദർ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ബ്രദർ പ്രത്യേകിച്ച് ഈ വിഷയം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുകവലി ശീലമുള്ളവർ, അതുപോലെ മദ്യപിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അങ്കിൾ വിശ്വാസത്തോടുകൂടി താൻ കൈനീട്ടി പ്രാർത്ഥിച്ചു. അങ്കിൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദർ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണെന്ന് മനസ്സിലാകും, തൻ്റെ ശരീരം എന്തോ പോലെ ആകുന്നത് പോലെ തോന്നി, എന്തോ ഒന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് മാറും പോലെ തോന്നി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അന്ന് വരെ താൻ ബീഡി വലിച്ചുകൊണ്ടിരുന്നു. ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം തനിക്ക് ബീഡി വലിക്കണമെന്ന് തോന്നിയിട്ടേയില്ല. ഇപ്പോൾ ഏകദേശം 1 മാസമായി താൻ ഇതുവരെയായിട്ടും താൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. പൂർണ്ണമായിട്ട് കർത്താവ് വിടുവിച്ചിരിക്കുകയാണ്. താൻ പറഞ്ഞു വളരെ സന്തോഷത്തിലാണ് തനിക്ക് ആ ശീലം മാറിയതെന്നാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ സമയത്തുണ്ടായ അനുഭവം എന്ന് പറയാമോ? പ്രാർത്ഥിച്ചപ്പോൾ എന്താ തോന്നി? എന്താ തോന്നി? എൻ്റെ ഈ പുറത്ത് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ വന്ന് എന്തിനാ കയറുന്ന പോലെ തോന്നി. ഇവിടെ ഇങ്ങനെ എന്തോ വന്ന് കയറുന്ന പോലെ. ഓക്കെ, കയറുന്നല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറച്ച് പ്രാർത്ഥിച്ചു. യേശുവിനെ വിളിച്ച് ഉറച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കയറണമെന്ന് പറഞ്ഞു വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ടിവിയുടെ അടുത്തിരുന്ന് ഉറക്കെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതിനു മുൻപ് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? പല ദിവസവും ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലതും നമുക്ക് വരുന്ന അഡിക്ഷൻസ്, മദ്യപാനമോ പുകവലിയോ ഡ്രഗ്സോ, ഇതിൽ നിന്നും പുറത്തു വരാൻ സ്വയം ശ്രമിച്ചാൽ പലപ്പോഴും സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിൻ്റെ മേൽ പ്രവേശിക്കണമേ. അങ്ങനെ പ്രവേശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പൂർണ്ണമായ വിടുതൽ ലഭിച്ചത്. അതിനുശേഷം തോന്നിയില്ല, അതിനുവേണ്ടി ഞാൻ ദൈവത്തിനെ വിളിക്കുക. അതിനുശേഷം പിന്നെ തോന്നിയിട്ടേയില്ല, അങ്ങനെ തോന്നിയിട്ടേയില്ല. എന്ന് വെച്ചാൽ ആ ആഗ്രഹം പോലും ഹൃദയ 46 വർഷം എന്നോർക്കണം. ബ്ലെസ്സിംഗ് ടുഡേ ആരംഭിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഒരു സാക്ഷി ഇതുപോലെ വന്നത്, പൗലോസ് എന്ന് പേരുള്ളൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത് 50 വർഷമായി അദ്ദേഹം പുകവലി ശീലത്തിന് അടിമയായിരുന്നു. പക്ഷേ ആ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന സമയത്ത് പൂർണ്ണമായും ആ ആസക്തി അദ്ദേഹത്തെ വിട്ട് മാറിപ്പോയി. അതുപോലെയാണ് കർത്താവ് ഇവിടെയും പ്രവർത്തിച്ചത്. കൈകളടിച്ച യേശുവിന് എല്ലാവരും നന്ദി പറഞ്ഞാൽ, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ പുകവലിയിലോ മദ്യപാനത്തിലോ ലഹരി മരുന്നിനോ അടിമകളായ, ദുശ്ശീലങ്ങൾക്ക് അടിമകളായവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഈ സഹോദരനെ സൗഖ്യമാക്കി അതേ യേശു എല്ലാ അഡിക്ഷൻസിൽ നിന്നും ജനങ്ങളെ വിടുവിച്ചതിനാൽ നന്ദി. രോഗികളും ഈ കൂട്ടത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.